കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ISL മത്സരത്തിനൊരുങ്ങുന്നത്. ടൂർണമെന്റ് നിലച്ചുപോകാതിരിക്കുക എന്നതാണ് ഇപ്പോഴത്തെ പ്രഥമ പരിഗണന. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പുതിയ സംഘത്തെ രൂപപ്പെടുത്താനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് ടീം ബ്ലാസ്റ്റേഴ്സ്. ഫെബ്രുവരി 14-ന് ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങൾ കൊൽക്കത്തയിൽ ആരംഭിക്കും. 22-നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം. ബ്ലാസ്റ്റേഴ്സിനെ അലട്ടുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. മറ്റു ക്ലബ്ബുകൾക്കും സമാനമായ അവസ്ഥയാണ്. സാമ്പത്തികമായി 300% ഇടിവുണ്ടായി എന്ന് ബ്ലാസ്റ്റേഴ്സ് CEO അഭിക് ചാറ്റർജി പറയുന്നു. പ്രതിസന്ധിയെ ടീം മറികടന്നിട്ടില്ല. സാമ്പത്തിക പ്രശ്നം കളിക്കാരുടെ വേതനത്തെ പോലും ബാധിച്ചു. ISL നിലച്ചുപോകാതെ നിലനിർത്താനാണ് ഇപ്പോൾ പരിശ്രമിക്കുന്നതെന്ന് ബ്ലാസ്റ്റേഴ്സ് CEO വ്യക്തമാക്കുന്നു. See, we have not overcome the saga. We are still in the saga. At a point, I can say this to you guys. There was a point where Kerala Blasters was going to shut down. I would say 80% of the teams will reset from here, right? Because financials obviously have reset to a huge extent, right? And I'm talking about a 300% drop in financials almost. So that obviously impacts the budgets that teams have to bring in players, and whatever you're seeing in terms of teams bringing in players, let me assure you they're not paying a lot of money to get those players. പ്രതിസന്ധികൾക്കിടയിൽ പുതിയ ടീമിനെ കെട്ടിപ്പടുക്കുക ശ്രമകരമായ ദൗത്യമാണ്. കളിക്കാർ കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും മുഖ്യപരിശീലകൻ ദവീദ് കറ്റാല പ്രതീക്ഷ പങ്കുവച്ചു. The expectation is to build let's say a new team with to try to get the best performance that we can have. The reality is that is not the best pre-season, let's say, that we have had about of time, because just for 15 days of trainings it's obvious that the team cannot reach his top level, but we're in a good way. I see the players also, as a big say, that they are doing a big sacrifice to be here. All of us, we are doing a big sacrifice to be here. It's going to be a very tough season, a strange season, because just 3 months of competition is different. മത്സരം കൊച്ചിയിൽ തന്നെയായിരിക്കുമെന്ന് ക്ലബ്ബ് അധികൃതരും GCDAയും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ISL കൊച്ചിക്ക് നഷ്ടമാകുമെന്ന അനിശ്ചിതത്തിനൊടുവിൽ ഈ തീരുമാനം മഞ്ഞപ്പടയെ ആവേശത്തിലാക്കിയിട്ടുണ്ട്. ജനം, കൊച്ചി.